നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇസ്രായേലിൻ്റെ അയൺ ബീം. കാരണം ലേസർ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെയാണ് എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ഫാസ്റ്റാണ്, വളരെ ചീപ്പാണ്. ഇപ്പം എല്ലാവർക്കും ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഈ സംഭവം പറയുന്നത്. നിങ്ങൾക്കറിയാം, ചൈന മിലിറ്ററി പരേഡിൽ അവരുടെ ലേസർ കാണിച്ചു. ഇന്ത്യയും ഇത് ഡെവലപ്പ് ചെയ്തു. വലിയ തള്ളൊന്നുമില്ലാതാണ് ഈ ഡെവലപ്മെന്റ് ഉണ്ടായത്. ഹൈദരാബാദിലെ DRDOയുടെ ലാബിൽ ഡോക്ടർ ജഗത് നായക്കും ടീമും സയൻറ്റിസ്റ്റുകളാണ്. അവരാണ് ഈ ലേസറിൻ്റെ ഒന്നാം സ്റ്റേജ്, അതായത് ആൻറ്റി എയർ ഡിഫൻസ് സിസ്റ്റം ഒരു ഡെവലപ്പ് ചെയ്തത്. ഇതിന് പേരിട്ടിരിക്കുന്ന ചെസ് എന്നാണ്. നമ്മൾ ചെസ് കളിക്കുമ്പോൾ ചെസ് പോലെ മറ്റേ രാജാവിനെയും മന്ത്രിക്കൊക്കെ ചെസ് ചെയ്തല്ലേ, അത് ചെസ് എന്ന പേര്. എൻ്റെ പേര് ലേറ്റർ മാറ്റും. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ട്രയലിൽ വളരെ സക്സസ്സാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡ്രോൺസിനെ അടിച്ചിടുന്നത്, അതാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ട്രയൽസ് വളരെ സക്സസ്ഫുള്ളിയാണ് കൊണ്ടുപോകുന്നത്. ഉറപ്പായിട്ട് ഇതിൻ്റെ ഫർദർ ഇഷ്ടംപോലെ ട്രയൽസ് നടന്ന ശേഷമായിരിക്കും ഇതെടുത്ത് ഡിപ്ലോയ് ചെയ്യുന്നത്. കാരണം സക്സസ്ഫുൾ ആയതിൻ്റെ റേറ്റിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണ് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം അദ്ദേഹം വന്ന ശേഷമാണ് ഈ പ്രോജക്റ്റ് DRDO സബ്മിറ്റ് ചെയ്യുന്നത്, ഈ സംഭവത്തിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നതും. പിന്നീട് ഈ ഒരു രീതിയിലോട്ട് ഇത് ഫർദറായിട്ട് പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഈ പറയുന്ന പോലെ ലേസറൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ ട്രയലിലും അതിൻ്റെ സംഭവത്തിലൊക്കെ നമ്മൾ പോകുന്നേ ഉള്ളൂ. കാരണം അതൊരു സക്സസ്ഫുള്ളായി ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പം നമ്മൾ ഇതിനു വേണ്ടിയുള്ള ലേസർ, നിങ്ങൾ ഈ കണ്ണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ലേസർ എന്നൊക്കെ ഇട്ടില്ലേ, ഇതൊക്കെ നമ്മൾ വിദേശത്ത് വാങ്ങുന്ന. ഇപ്പം ഇതിൻ്റെയും ലേസർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഈ എക്സ്പെരിമെൻ്റ് വേഷൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും അതേപോലെ പഴയ സോവിയറ്റ് യൂണിയനിലെ എസ്റ്റോണിയ, ആ രാജ്യങ്ങളിൽ. അതിൻ്റെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ ലേസർ ടെക്നോളജിയിൽ പഴയ സോവിയറ്റ് യൂണിയൻ ഭയങ്കര ശക്തമായിരുന്നു. ലോകത്ത് ഏറ്റവും മികച്ച സയൻറ്റിസ്റ്റുകൾ ആ രാജ്യത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാർ എസ്തോണിയയിലൊക്കെ ഉണ്ട്. അവരുടെ കയ്യിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരുടെ സയൻറ്റിസ്റ്റുകളുണ്ട്, ജർമ്മൻ സയൻറ്റിസ്റ്റുകളുണ്ട്. അവരാണ് ഇത് മുഴുവനും റിപ്പയറും മെയിൻ്റെനൻസ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അതായത് നമ്മൾ ഈ ടെക്നോളജിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് DRDO ഉദ്ദേശിക്കുന്നത്, കാരണം ഈ പറയുന്ന മിസൈൽസിനെയും ദൂരെ നിന്ന് വരുന്നതിനൊക്കെ അതിലോട്ട് പോകാൻ വേണ്ടി ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ ഇസ്രായേലിൻ്റെ സഹായമാണ് തേടിയിരിക്കുന്നത്. ഇസ്രായേൽ അത് ജോയിൻ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ലേസർ ഉൽപ്പാദിപ്പിക്കുന്ന ഹ്യൂജ് ക്വാണ്ടിറ്റി എനർജി വേണം. അതാണ് ബേസിക്കലി ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്ക് ചോദ്യചിഹ്നമായിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് ഇഷ്യൂ തന്നെയാണ്. കാരണം ഇപ്പം ഇതിൻ്റെ കോസ്റ്റാണ് ഇൻട്രസ്റ്റിംഗ്. അതായത് വളരെ ചീപ്പാണ്. നമുക്കറിയാം, ഈ X-400 സിസ്റ്റം റഷ്യയിൽ നിന്ന് വാങ്ങി അതിൻ്റെ ഏറ്റവും വലിയ സംഭവം ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ്. ഒരു സിസ്റ്റത്തിനെങ്ങാണ്ട് 3-4 ബില്യനാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, പിന്നെ ഇത് മൂവബിൾ, അതായത് ഇതിൻ്റെ മൊബിലിറ്റി, ഹ്യൂജ് ട്രക്കിലും ഇതിൻ്റെ ഓരോ മിസൈൽ സിസ്റ്റം എടുത്തുകൊണ്ടേ പോകേണ്ടത്. അപ്പോൾ അതിന് എന്തെങ്കിലും രീതിയിൽ അപ്പുറത്ത് വല്ല കേടുപാടോ അതിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോയി. ഇതൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പം അവിടെയാണ് ഈ ലേസർ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെലവെന്ന് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ 1000-1 മാത്രമേ ഉള്ളൂ. ഈ ലേസർ ഉൽപ്പാദിപ്പിക്കുന്ന ചിലവ് മാത്രമാണ്. ചെലവ് വളരെ കുറച്ച രീതിയിലാണ്. അതായത് നമ്മുടെ ഡിഫൻസ് എക്സ്പെൻസ് വളരെയധികം കുറയും. അതുപോലെ ഇത്രയും മാൻ പവർ വേണ്ട, ഇത്രയും മൊബിലിറ്റി വേണ്ട. ഒരു ചെറിയ ജീപ്പിനകത്ത് കൊണ്ടുവന്ന സാധനം പിന്നെ കണക്ടിവിറ്റി കേബിളിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇന്ത്യയുടെ എല്ലാ ബോർഡറിലും ഹ്യൂജ് ബോർഡറാണ് ഇന്ത്യക്ക്. ഇവിടെ എല്ലാം ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വളരെ ചീപ്പാണ് ഈ സാധനം. ഇതാണ് സക്സസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, അതായത് ഞാനിത് സ്റ്റഡി ചെയ്യുന്ന ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഡിഫൻസ് ഇന്നോവേഷൻ.
അതായത് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ പല ആൾക്കാരോടും സംസാരിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ ഇഷ്ടം പോലെ നല്ല എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഈ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ഇത് കോഴ്സാക്കി അതവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഏകദേശം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകദേശം 2.5-3 കോടി രൂപ വെച്ച് ചണ്ഡീഗഡിൽ ചെയ്തു, വേറെ എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തു, ഒരു 3-4 എഞ്ചിനീയറിംഗ് കോളേജിനും മറ്റു പലയിടത്തും ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താ, കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഫാബ്രിക്കേഷൻ നടത്തുന്നത്, എങ്ങനെയാണ് ഈ ചിപ്പ് ഉണ്ടാക്കാൻ, ഇഷ്ടംപോലെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ ചേർത്താണ് ഈ 1.5-2-3 കോടി രൂപ ഓരോ കോളേജുകളിലും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് ആ കുട്ടികളെ കൊണ്ട് ഇത് പഠിപ്പിച്ചെടുക്കുന്നത്. ഇവിടെ പറയാൻ പോകുന്നത് ഈ ഡിഫൻസിൻ്റെ, കാരണം ഇന്നോവേഷൻസ് ഇതേപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതൊരു പഠന വിഷയമാക്കണം ഇന്ത്യൻ ഡിഫൻസുമായി ബന്ധപ്പെട്ട്. അതേപോലെ നമ്മൾ റിട്ടയർ ചെയ്യുന്ന പല എയർക്രാഫ്റ്റുകളുണ്ട്, ഫൈറ്റർ, ഇതെല്ലാം ഈ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് ഇത് വിൽക്കരുത്. അതാണ് ഈ ഇന്ത്യൻ ഡിഫൻസ് കാണിക്കുന്ന ഭൂലോകം മണ്ടത്തരം. അപ്പോൾ നമ്മുടെ വണ്ടികൾ അത് പഴയതായി കഴിയുമ്പോൾ ഇവിടുത്തെ മായാപുരി മാർക്കറ്റിൽ കൊണ്ട് അത് വിൽക്കുന്ന ആക്രി വിലയ്ക്ക്, എയർക്രാഫ്റ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതെന്തോ ചെയ്യണം, ഇതേപോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിന് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം പഠിക്കാൻ വേണ്ടി. അവിടെ ആ പിള്ളേരെ ആ ജനറേഷനിലുള്ളവർ ഇതങ്ങ് പഠിക്കും. എന്നിട്ട് ഓരോ കോളേജിനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നല്ല കോളേജ്, പ്രൈവറ്റോ ഗവൺമെൻറ്റോ, ആ കോളേജിന് ഓരോ കോളേജിനും 5-10 കോടി രൂപ കൊടുക്കണം വലിയ ലാബുകൾ നിർമ്മിക്കാൻ. എന്നിട്ട് നല്ലൊരു ഏജൻസികളെ കൊണ്ട് അതിനെ മോണിറ്റർ ചെയ്യാൻ മതി. ഈ പറയുന്ന 60 വയസ്സുള്ള പട്ടാളത്തിലെ ഉദ്യോഗസ്ഥന്മാരെയും 60 വയസ്സുള്ള ഈ IAS ഏൽപ്പിക്കരുത്. ബേസിക്കലി ഞാനൊരു കാര്യം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, എനിക്ക് 54 വയസ്സായി. 54 വയസ്സായ എനിക്ക് AI ഉപയോഗിച്ച് ഇതിൻ്റെ ഇമേജുകൾ ഉണ്ടാക്കാൻ അറിയാം. ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന് ഒരാളെ വെച്ച് ട്യൂഷൻ എടുത്ത് പഠിച്ചത്, ബാംഗ്ലൂർ വെച്ച് എങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത് പഠിച്ചില്ല എങ്കിൽ എനിക്കറിയാം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ 54 വയസ്സ് എന്നെ പോലെ ഒരു കളവൻ ആലോചിച്ചു നോക്ക്, എത്ര പേർക്കറിയാം AI ഉപയോഗിച്ച് എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പലതും ചെയ്യേണ്ടത്, എത്ര പേർക്കറിയാം? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന 10-60 വയസ്സുള്ള ആൾക്കാരെ അല്ല ഇതൊന്നും ഏൽപ്പിക്കേണ്ടത്. ന്യൂ ജനറേഷനെ അറിയാവുന്നവരെയും അതുമായിട്ട് ക്ലബ്ബ് ചെയ്തു പോകാവുന്ന മൈൻഡ് സെറ്റ് ഉള്ളവരെയും എങ്ങനെയാണ് ഇസന്റ് ജനറേഷനുമായിട്ട് യോജിച്ച് പോകുന്നത്, അങ്ങനെയുള്ള ഇന്നോവേറ്റീവ് മൈൻഡുകളെയാണ് എടുക്കേണ്ടത്. അല്ലാതെ 60 വയസ്സ് 70 വയസ്സുള്ളവരെ അല്ല ഇതിനകത്തൊന്നും ഇടേണ്ടത്. ഇത് കാരണം മോണിറ്റർ ചെയ്യാൻ വെക്കേണ്ടത് അതിമിടുക്കന്മാരായ പല ആൾക്കാർ, ഇവർക്കൊന്നും റെക്കമെൻഡേഷനൊന്നുമില്ല. അവരെയാണ് ചൂസ് ചെയ്യേണ്ടത്, അതായത് അവരെയാണ് പിക്ക് ചെയ്യേണ്ടത്, അവരെയാണ് ഓരോ സംഭവങ്ങൾക്ക് ഏൽപ്പിക്കുക. ഇവരൊക്കെ ഒരു പകുതി ഭ്രാന്തായിരിക്കും ഇതേയുള്ള കക്ഷികൾ. പക്ഷെ 100% ഈ കുട്ടികളെയും വെച്ച് അവിടെ ഫാക്കൽറ്റി ലാബിനകത്ത് ഇവർ ഇന്നോവേറ്റീവായിട്ട് റിസൾട്ട് കൊണ്ടുതരും. അങ്ങനെ മാത്രമേ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം നമുക്കൊരു പുതിയ രീതിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ നടക്കാൻ പോയപ്പോഴും ഒരു സെർവിങ് കേണൽ ഫുൾ കേണൽ ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നിരിക്കുക. അപ്പം അയാൾ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, അയാൾ ഈ AI പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ ഞാൻ ഇത്ര ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ പല കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഇത് ഒരു പ്രശ്നവുമില്ല, ഇത് അറിയാവുന്നവരെ വെച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതിനുശേഷം യൂട്യൂബിനും മറ്റുള്ളിടത്തും കയറി ഇതങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇത് വലിയ സംഭവമൊന്നും അല്ല. പക്ഷെ അത് പഠിക്കേണ്ട ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അതായത് ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് ഓടുന്നത്. ഈ സംഭവങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആളുകളെയാണ് പലയിടത്തും നിയമിക്കേണ്ടത്. അല്ലാതെ റിട്ടയർ ചെയ്തൊരു IAS ആനെയും 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് പട്ടാളത്തിൻ്റെ സീനിയർ ഓഫീസറെ ഒന്നുമല്ല ഇതേപോലെയുള്ള പ്രോജക്റ്റുകൾക്ക് മോണിറ്റർ ചെയ്യണം. അതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ പറയും, ഈ പല ഹിന്ദി ചാനലിലും ഇംഗ്ലീഷ് ചാനലിലൊക്കെ റിട്ടയർ ചെയ്യുന്ന എയർ മാർഷൽസ് ഈ എന്തോ ഉണ്ടോയെന്ന് അറിയത്തില്ല. പുതിയ ഈ വാറിൻ്റെ മെക്കാനിസം അവർക്കറിയത്തില്ല. കാരണം അവർക്ക് അവരുടെ സമയത്തൊന്നും, കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ
നെഹ്റുവിയൻ സ്കൂൾ ഓഫ് തോട്ട്സിൽ നിന്ന് കയറി വന്നവരാണ് ഈ നമ്മുടെ ഡിഫൻസ് വാർ സിസ്റ്റം. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ന്യൂ എന്ന് പറയുന്നതിൻ്റെ വാറിൻ്റെ വാർഫെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചേഞ്ച്. അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനമാണ് ഇസ്രായേൽ ഇറാനിൽ ഉപയോഗിച്ച ഗോസ്പൽ AI എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ടാർഗറ്റിനെയാണ് അവർ ചെയ്തത്, ഈ F-35 വെച്ച് ഫയർ ചെയ്തത്. അപ്പം ഇതേപോലെയുള്ള ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ് ആ രസകരമായ സംഭവങ്ങൾ മനസ്സിലാകുന്നത്. എങ്ങനെയാണ് വാറിൻ്റെ തൊട്ട് വാർ അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പേ അവർ ഇത്രയും സൈനിക ഓഫീസേഴ്സിനെ എങ്ങനെ കൊന്നു, ഇതൊക്കെയാണ് പഠിക്കേണ്ട ടോപ്പിക്ക്. അതിൻ്റെ പേരിൽ ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിലായി പോയില്ലയോ, അതായത് ലീഡേഴ്സ് ഇല്ലാത്തൊരു ആർമി ആയിപ്പോയി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ടോപ്പിക്. അല്ലാതെ ഒരു കൺവെൻഷണൽ വാറിൽ പോയി പഴയ പോലെ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് ഫയർ ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങോട്ട് ഫയർ ചെയ്യുന്നു, എയർ ഡിഫൻസ് സിസ്റ്റം കുറച്ചെണ്ണം തടയുന്നു. അതല്ല ഇന്നത്തെ വാർഫെയർ എന്ന് പറയുന്നത്. ഇന്നത്തെ വാർഫെയർ ഹൈ എൻഡ് ടെക്നോളജിയാണ്. അതാണ് കമ്പൈൻഡ് എയർ ഡിഫൻസ് ചീഫ് അനിൽ ചൗഹാൻ പറഞ്ഞു, ടെക്നോളജി ഇല്ലാതെ വാർഫെയർ ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വലിയ ഭാഗ്യം. അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക, നമ്മുടെ കുട്ടികൾക്ക് ഡിഫൻസ് സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കുക, ഡിഫൻസിൻ്റെ എക്യുപ്മെൻസിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ അറിയാൻ സാധിച്ചു DRDO ഏതാണ്ട് ആകാശ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം എൻ്റെ അഭിപ്രായത്തിൽ അത് S-400-നേക്കാളും ചെലവ് കുറവായത്. അതാണ് പ്രധാനം. നമ്മൾ ഹ്യൂജ് ഇത്രയും ചെലവുള്ള സാധനം കൊണ്ടുവന്നിട്ട് വെറും $2000 ഒരു ഡ്രോൺ അടിച്ചിടാൻ നമുക്കെങ്ങനെ 30 ലക്ഷം രൂപയുടെ ഒരു മിസൈൽ അയക്കാൻ പറ്റുന്നേ? നിങ്ങൾ കോമൺ സെൻസിൽ ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇതാണ് ഉക്രൈന് പറ്റിയ അബദ്ധം ഇത്. കാരണം വളരെ ചീപ്പായിട്ടുള്ള ഇറാനിയൻ ഡ്രോൺസ് അടിച്ചിടാൻ അവർ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പല എയർ ഡിഫൻസ് സിസ്റ്റം, പാട്രിയോട്ട്, അങ്ങനെയുള്ള ആരോ ഇത് കൊണ്ട് അത് ഹ്യൂജ് എമൗണ്ട് അങ്ങ് പോവുക. അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം പണം കൊടുത്തിട്ട് അവർക്ക് തികയാതെ വരുന്നത്. കാരണം വീണ്ടും പർച്ചേസ് ചെയ്യുക. ഇത് വാറിനകത്ത് എക്കോണമി ഭയങ്കര ഫാക്ടറാണ്. ഇതെല്ലാം വിലയുള്ള സാധനം ഏറ്റവും ചീപ്പും ബെസ്റ്റായിട്ട് ചെയ്യണം. അവിടെയാണ് ലേസർ ടെക്നോളജി ഭയങ്കര സക്സസ് ആയത്. ഇവിടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇന്ത്യക്കാരും ഇന്ത്യൻ ഡിഫൻസും പഠിക്കേണ്ട പാട്. എങ്ങനെയാണ് ചൈന അച്ചീവ് ചെയ്തത്? അവരുടെ എല്ലൊരുപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം ഈ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് എക്യുപ്മെൻറ്റ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇത് എത്രമാത്രം അച്ചീവ് ചെയ്ത്. അമേരിക്കയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അമേരിക്ക വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും. കാരണം നമ്മളിത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളും സ്റ്റുഡൻസും ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ ആയിക്കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കുന്ന രാജ്യമായി മാറും. ഒരു കാര്യം പറയാം, ലോകം എത്ര നാൾ ഉണ്ടാവുന്നോ അത്രയും നാളും ഈ ഡിഫൻസിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആവശ്യമാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇത് ആവശ്യമാണ്. അവർക്ക് ഏറ്റവും വില കുറച്ചും നല്ല സാധനം ആര് കൊടുക്കുന്നു അവൻ്റെ പുറകെ പോകും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ അത് വലിയ രീതിയിൽ ജോബ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ മോദി സർക്കാർ വന്ന സമയത്ത് ഞാനൊരു സജഷൻ പറഞ്ഞിരുന്നു. അതായത് ഡിഫൻസിൻ്റെ എക്യുപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിൽ ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ ഇന്നോവേഷൻസിന് വേണ്ടി മാത്രം കൊടുക്കണം. പുതിയ സാധനം, അതായത് ഡിഫൻസ് ബജറ്റിൻ്റെ ഭാഗമാകരുത് അത്. ഡിഫൻസിൻ്റെ ഇന്നോവേഷൻ അതിനുവേണ്ടി കൊടുക്കണം. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും എഞ്ചിനീയറിംഗ് കോളേജ്. കാരണം നമ്മുടെ നല്ല ബ്രില്യൻ്റ് പിള്ളേരെ, കാരണം ഇവർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ അമേരിക്കയിലും കോപ്പിലൊന്നും പഠിക്കാൻ പോകത്തില്ല, ഇന്ത്യയിൽ തന്നെ അത് പഠിക്കും. കാരണം അവർക്കൊരു ത്രില്ലിങ് അല്ലേ ഈ സാധനം. ഇന്ത്യൻ പിള്ളേർ ഭയങ്കര മിടുക്കരാണ്. ഇപ്പം ഇവർക്ക് ഈ പ്ലാറ്റ്ഫോം കൊടുക്കണം മോദി ഗവൺമെൻറ്. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്? അവിടെയാണ് സക്സസ് ആണ്. അല്ലാതെ എപ്പോഴും HAL DRDO മാത്രമല്ല, എന്നിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ ഈ സാധനം ഉണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ വായിച്ചു കാണും, 2 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അവർ ഡ്രോൺ ഡെവലപ്പ് ചെയ്തിട്ട് ഏകദേശം 3 വർഷത്തോളം ഈ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ പുറകെ നടക്കുമായിരുന്നു. നല്ല സാധനമായത്. അവസാനം ചണ്ഡീഗഡുമായിട്ട്
ചാന്തിമന്ദിലുള്ള ഒരു സീനിയർ ഡിഫൻസ് ഓഫീസറും ബന്ധപ്പെട്ടിട്ട് അവസാനം അവരോട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവർക്ക് പണം കൊടുത്തത് മാനുഫാക്ചർ ചെയ്യാൻ പറഞ്ഞു. ഇതേപോലെ ആയിരക്കണക്കിന് ബ്രില്യൻ്റ് ബ്രെയിനുകൾ ഇന്ത്യയിലുണ്ട്. അമേരിക്ക പോകുന്നു പോട്ടെ, നമ്മുടെ പിള്ളേരെ നമ്മൾ വളർത്തിയെടുക്കണം. അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസും അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഗ്ലോബലായിട്ട് നമുക്ക് അന്നാലേ മാറാൻ കഴിയും. 24 മണിക്കൂർ അമേരിക്കയുടെ റഷ്യയുടെ അവൻ്റെ സാധനമല്ല നമുക്ക് മേടിക്കേണ്ടത്. അതാണ് ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലാതെ ഇവൻ്റെ സാധനം വെച്ച് അസംബിൾ ചെയ്തിട്ട് ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ട് ഇതാണ് അതല്ല. ബേസിക്കലി 100% ഇന്ത്യയുടെ ആയിരിക്കണം. അത് ഇന്ത്യക്കാരൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾക്കറിയാം, എക്സ്പോർട്ടൻ്റ് ആരാൻ വേണ്ടി റഷ്യൻ സയൻറ്റിസ്റ്റുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ പല എയർക്രാഫ്റ്റുകൾ, അതായത് അമേരിക്കൻ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അമേരിക്കയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഇവർ പല അതിൻ്റെ സാധനങ്ങളൊക്കെ പറഞ്ഞു തരുത്തുമില്ല. അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മളുണ്ടാക്കിയെടുക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് മേടിക്കണം. ഇങ്ങനെ ഇന്ത്യക്ക് വളരാൻ സാധിക്കൂ. എന്നാൽ മാത്രമേ അത് സ്വദേശിയാകത്തുള്ളൂ. അല്ലെങ്കിൽ മോദി സർക്കാർ ഈ ഇന്ന് പറഞ്ഞ സ്വദേശി ബാക്കിയുള്ള വിദേശിയാണ്. 100% ഇന്ത്യൻ സാധനമായി സ്റ്റേറ്റ് ഓഫ് ആർട്ട് നമ്മുടെ ടെക്നോളജി ആയിരിക്കണം. നമുക്കിത് വികസിപ്പിക്കാൻ പറ്റും, ഈസി ആയിട്ട് പറ്റും. അവിടെയാണ് നിലപാടെടുത്ത് മുന്നോട്ട് പോകുക. അതായത് ഏറ്റവും ക്ലാസിക് സംഭവം തന്നെയാണ് ഈ പറയുന്ന ചെസ് ഹൈദരാബാദിലെ DRDO ഡെവലപ്പ് ചെയ്തത്. ഇതേപോലെ ഇഷ്ടം പോലെ സിസ്റ്റം ഉണ്ടാകണം. അല്ലാതെ റഷ്യയിൽ നിന്നൊരു തോക്ക് മേടിച്ചിട്ട് അത് ലക്നൌവിൽ അമേഠിയിൽ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് അത് ഇന്ത്യയെ കൊടുക്കുക. അതല്ല ചെയ്യേണ്ടത്. ഇന്ത്യ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്ത് അവരെ കൊണ്ട് പണം കൊടുക്കണം. അവർക്ക് പണം കൊടുക്കണം, അവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യണം. അവർ 4-5 പ്രാവശ്യം കഴിയുമ്പോൾ നല്ല വെപ്പൺസ് പുറത്ത് വരും. ഇതിൻ്റെ പിന്നെ മെയിൻ്റെനൻസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്തുവാ? നമുക്കിത് ചെയ്തുകൂടായോ? ഇങ്ങനെയാണ് അതായത് റവല്യൂഷനൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ സാധനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇന്ത്യൻ ഡിഫൻസിന് 100% അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്.